ഹലോ എവരിവൺ, ദിസ് ഇസ് മീ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്ന യോഗ എക്സ്പ്രസ്സിൽ നമ്മൾ ജയ്പൂർ വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സീറ്റ് ഇതാണ്, 79 സൈഡിൽ ഓവറാണ്. M1 കോച്ചാണിത്, തേർഡ് AC എക്കണോമി. ഇവിടെ നിന്ന് 10:50 ട്രെയിൻ പുറപ്പെടുന്നത്. നമ്മൾ ജയ്പൂരിൽ രാത്രി 10:40 എത്തും. ഗ്ലാസ് അത്ര ക്ലിയർ അല്ല, എന്നാലും കുഴപ്പമില്ല, യാത്രയിൽ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ജയ്പൂർ വരെ 650 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ എടുത്തു സ്റ്റേഷനിൽ നിന്ന് 10:50. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. അപ്പുറത്ത് ചേരി പോലുള്ള സ്ഥലം. നമ്മൾ ഇന്നലെ കണ്ട റിവറല്ലേ അത്, അതിൻ്റെ വേറെ സൈഡാണ്. എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് സബർമതി റെയിൽവേ സ്റ്റേഷനാണ്. സബർമതി ആശ്രമം ഇവിടുന്ന് പിന്നെയും പോകണം കേട്ടോ. ട്രെയിൻ ഇതുവരെ സ്പീഡ് എടുത്തിട്ടില്ല. അപ്പോൾ അതുവഴിയാണ് അഹമ്മദാബാദ് മുംബൈ ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ് പോകുന്നത്. എന്ത് വെള്ളം. സ്റ്റേഷൻ്റെ പേര് ഗാന്ധിനഗർ ക്യാപിറ്റൽ. അതായത് അഹമ്മദാബാദിൻ്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. അടിപൊളി സ്റ്റേഷനാണ്. പതിനൊന്ന് 43 ഇപ്പോൾ സമയം. കണ്ടിട്ട് അത്യാവശ്യം പുതിയൊരു സ്റ്റേഷനാണ്. മണി കെട്ടി തൂക്കിയേക്കണം. ഏതോ സ്റ്റേഷനാണ്, കലോൾ. 1 2 3 4 5 6 ട്രാക്ക്. അപ്പർ സൈഡിലെ സ്റ്റേഷനാണ്. അധികം ആയില്ല, അതവിടെ ടൈലൊക്കെ ഇട്ടങ്ങനെ കണ്ടാൽ അറിയാം. സ്റ്റോപ്പില്ലേ, സ്ലോ ആയിട്ട് പോവുകയാണല്ലോ. കലോളൊരു റിലീജിയസ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ സിൻടെക്സ് ഉണ്ടല്ലോ, വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫാക്ടറി ഇവിടെയാണുള്ളത്. അപ്പുറത്ത് മൈസൂർ അജ്മീർ ട്രെയിൻ കടന്നു പോകുന്നു. ഇത് ഏത് സ്റ്റേഷനാണോ, സ്ഥലത്ത് ബോർഡ് കാണുന്നില്ലല്ലോ. മഹാസേന ജംഗ്ഷൻ, മഹിസന. കുറേ കണ്ടെയ്നറുമായിട്ട് ഒരു ട്രെയിൻ അതാ വേഗത്തിൽ പോകുന്നു. സ്റ്റേഷൻ്റെ പേര് വായിക്കാൻ മനസ്സിലാവുന്നില്ല. ബാണ്ടു മോത്തിദാവ്. ഇതേ പട്ടികളുടെ തല്ല് തുടങ്ങും. പട്ടി കുട്ടികളാണല്ലോ. ഈ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുക 10 മിനിറ്റോളം ആയി. 1 മണിക്ക് എത്തിയതാണ് ഇവിടെ. ഇപ്പോൾ 1:07 നല്ല ട്രെയിനിൻ്റെ ക്രോസിങ് ഉണ്ടാവും. ഈ ട്രെയിൻ യോഗ എക്സ്പ്രസ് അങ്ങ് ദൂരെ ഋഷികേശ് വരെ പോകുന്നതാണ്. യോഗ ഋഷികേശ് അങ്ങനെ എന്തോ ആണ്. പ്രഹ്ലാദൻപൂർ അഥവാ പാലൻപൂർ ജംഗ്ഷനാണിത്. ഈ ഡയമണ്ട്സിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഡയമണ്ട്സ്, അതുപോലെ പെർഫ്യൂമൊക്കെ.
നല്ല വെതറാണ്, ചെറിയ തണുപ്പുണ്ട്, ക്ലിയർ സ്കൈ ആണ്, ചെറിയ കാർമേഘം പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ സമയം 2:22 പാലൻപൂരിലാണ്. ചിത്രസനി, അങ്ങനെയാണ് ആ സ്റ്റേഷൻ്റെ പേര്. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ അബു റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എടുത്തെത്തും. അബു റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ മൗണ്ട് അബു എന്ന് പറഞ്ഞാൽ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാവുന്നുള്ളൂ. നല്ല മലനിരകൾ കാണാം. നമ്മളിപ്പോൾ രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ്. അബു റോഡ് രാജസ്ഥാനിലാണ്. നമ്മൾ 210 കിലോമീറ്റർ ഇപ്പോൾ യാത്ര ചെയ്തു, പകുതി വഴി ആയിട്ടില്ല. ഇത് പിൻഡ്വാര എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. പിൻഡ്വാര എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മാർബിൾ കൊത്തുപണികളുടെ പ്രധാന കേന്ദ്രമാണ്. മാർബിൾ കൊത്തുപണികൾ ചെയ്യുന്ന കരകൗശല വിദഗ്ധരുടെ ഒരു കേന്ദ്രമാണിത്. ലോകത്ത് എവിടെ അമ്പലം പണിയുന്നുണ്ടെങ്കിലും ഇവരുടെ കരസ്പർശം ഏക്കാത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അക്ഷർധാം, രാമമന്ദിറിലൊക്കെ ഇവരുടെ മാർബിൾ കൊത്തുപണികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ എത്തിയെന്ന് അറിയില്ല. സുമേശ്വർ എന്നുള്ള സ്ഥലമാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പെട്ടെന്ന് പേടിച്ചുല്ലോ. അവിടെ ഒരു സുമേശ്വർ പാനി. സമയം 5:53 നല്ല 1 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും ഹോൾട്ട്. കണ്ട അത്രേ ഉള്ളൂ. അവിടെ ഒരു കവാടം കാണുന്നുണ്ട്, ക്ഷേത്രത്തിലേക്കാണ്. ശൂലം 2 സൈഡിലുണ്ട്, അടുത്ത് ഓം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വലിയൊരു കാള നിൽപ്പുണ്ട്. കൈയൊക്കെ ഒരു പ്രത്യേക ലുക്കല്ലേ ഇവിടെ വന്നപ്പോൾ. കൃഷിയിടങ്ങൾ കാണാം, നല്ല ചുവന്നു കൊടുത്ത ആകാശം. മാർവാരി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. മാർവാരി കോഴ്സസ് എന്ന് പറഞ്ഞ ഫേമസ് ആണ്. സോജത്ത് റോഡ്, റെയിൽവേ സ്റ്റേഷൻ്റെ പേര് സോജത്ത് റോഡ്. ഹരിപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ 429 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. സോജാത്ത് ജില്ലയിലുള്ളൊരു ചെറിയ ഗ്രാമമാണ് ഹരിപ്പൂർ. ഏഴ് 5 സമയം. ഇപ്പോൾ 7:05, 9:10, 3.25 മണിക്കൂറും കൊണ്ട് വേണമെങ്കിൽ. തണുപ്പുണ്ട് കേട്ടോ അന്തരീക്ഷത്തിന്. കാലാവസ്ഥ തണുത്തതാണ് ഇവിടുത്തെ. സ്റ്റേഷൻ്റെ പേര് ബ്യാവർ ഹിന്ദിയിൽ എഴുതിക്കുന്നുണ്ടപ്പോൾ ബ്യാവർ എന്നാണ് വായിച്ചത്.
ഈ സമയം അടുത്ത സ്റ്റേഷൻ അജ്മീറാണ്. നമ്മൾ നാളെ അജ്മീർ പോകുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ എണീക്കുന്നതിനനുസരിച്ച്. എട്ട് 28 നമ്മൾ അജ്മീറിലെത്തി. അജ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ദർഗയാണ്, കുടീരം. ഒരു ഫേമസ് ആയിട്ടുള്ള റിലീജിയസ് ട്രെയിനാണ് അജ്മീർ. അജയ് മേരു എന്നായിരുന്നു ആദ്യകാല പേര്. അജയരാജാണ് സ്ഥാപിച്ചത് അജ്മീർ. ഇനി 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തും, ജയ്പൂരിലെത്തും. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. 2 സമൂസ പപ്സ് മേടിച്ചു 20 രൂപത്തിന്. എത്ര ട്രെയിൻ കയറി, ഒന്നിൽ പോലും കൊള്ളാവുന്ന ഒരു ചായ കുടിച്ചിട്ടില്ല. ചായ ആയാലും കാപ്പി ആയാലും. നമ്മൾ സ്റ്റേഷനിലൊക്കെ നല്ല ചായ 10 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ട്രെയിനിൽ നല്ല ചായ കൊടുത്തുകൂടാ? നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് 2100 കിലോമീറ്റർ അകലെയാണ്. ആ തിരിച്ച് 2100 കിലോമീറ്റർ പോയാലേ വീടെത്തുള്ളൂ. അത് ഈ ചെറിയ ത്രോട്ടിൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ ആയിരിക്കും, അതോ എന്താണാവോ. അത് കൂടുതലാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനി 2 സ്റ്റേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജയ്പൂരെത്തും. ഒന്ന് കിഷൻഗഡ്, പിന്നെന്താ ഫുലേറ. അപ്പം 2 സ്റ്റേഷൻ. सिमरन 10:54 നമ്മൾ ജയ്പൂരിലെത്തി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിൽ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി വല്ലതും വിളിച്ച് ഹോട്ടലിലേക്ക് പോകും. അടുത്താണ്, പക്ഷേ രാത്രി ആയതുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഒന്നാമത് ആകെ ടയേർഡാണ്. കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് AC-യിലായതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ ശരിയാവില്ലല്ലോ. എക്സിറ്റ് അന്വേഷിച്ച് വേറെ വഴിക്ക് വന്നു. ആണെങ്കിൽ ഒരു എക്സിറ്റ് എഴുതിയിട്ടില്ല, ഒന്നും മനസ്സിലാവണില്ല. ക്ലോക്ക് റൂം അവിടെ ഉണ്ട്. നാളെ നമുക്ക് ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് നമുക്ക് അജ്മീർ പോവാം. ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കണോ? സമയമായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് IRCTC ഫുഡ് പ്ലാസ ബ്രേക്ക്ഫാസ്റ്റ് ലാഞ്ചോ. ലഞ്ചിൻ്റെ സ്പെല്ലിങ് നോക്ക്, ലാഞ്ച്. അടിപൊളി. ഒരു വെജ് ഫ്രൈഡ് റൈസ് പാഴ്സൽ മേടിക്കാം. വേറെന്താ ഉള്ളത്? ആകെ എന്തോ പോലെ. ഇതിപ്പോൾ എക്സിറ്റ് തപ്പി എവിടം വരെ നടക്കേണ്ട വരുമോ? അവിടെ ഒരു യെല്ലോ ബോർഡിൽ ഒരു എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എക്സിറ്റ് കണ്ടുപിടിച്ചു. ഈ എക്സിറ്റ് ആണോ നമ്മൾ പോകേണ്ടതെന്ന് അറിയില്ല. റിട്ടയറിംഗിലും ഫസ്റ്റ് ഫ്ലോറാണ്. ഇതാണ് റൂം. രാവിലെ തന്നെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യും. AC-ക്ക് ഒരു ആവശ്യമില്ല, അത്രയ്ക്ക് തണുപ്പാണേ. പക്ഷെ അത് നമ്മൾ വിചാരിച്ചത്ര പോലെ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. കാശിനനുസരിച്ചുള്ള ഇല്ല.